ഇഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച സിപിഎം നേതാക്കൾ. തലസ്ഥാനത്തുണ്ടായത് സ്വാഭാവിക പ്രതികരണമെന്നാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. പ്രവർത്തകർ ശാന്തരായ ശേഷം വാഹനം പുറത്തേക്കെടുക്കണമായിരുന്നുവെന്ന് വി ശിവൻകുട്ടി പറഞ്ഞു. ഇഡി ആരും ആക്രമിച്ചിട്ടില്ല എന്നും ആക്രമണം ഇങ്ങനെയൊന്നുമല്ല എന്നുമാണ് എം സ്വരാജ് പറഞ്ഞത്. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാര് അവർ ഒരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? ബോധപൂർവം ഒരു പ്രശ്നം ഉണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ഇ ഡി ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. പ്രകടനവും അതൊരു പ്രതിഷേധം നടന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായത്. ഇഡിയെ ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. കണ്ടോൺമെന്റ് ഹൗസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം, എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. കെ സജീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. സജീഷ്, ഒന്ന് ഗാന്ധിയൻ സമരമുറയായിരുന്നു, രണ്ട് എപ്പോഴാണ് പാർട്ടിക്കാർ ശാന്തരാവുക എന്നത് സംബന്ധിച്ച് നേതാക്കൾ ഇതുവരെ വിശദീകരണമൊന്നും നൽകിയിട്ടില്ല. പിന്നെ അക്രമ സമരം സിപിഎം നടത്തുകയാണെങ്കിൽ അതിങ്ങനെയൊന്നും ആയിരിക്കില്ല എന്ന മുന്നറിയിപ്പ് കൂടി. മാധു, തീർച്ചയായിട്ടും ഇന്നലെ സംസ്ഥാനത്ത് വലിയ തോതിൽ വിവാദമായ ഇ ഡി ഉദ്യോഗസ്ഥർക്ക് നേരെയുള്ള ആക്രമണത്തെയാണ് ഇപ്പോൾ CPM നേതൃത്വം ഒന്നടങ്കം ന്യായീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ടും മാധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇങ്ങനെയൊന്നുമല്ല CPM-ന്റെ അക്രമം എന്ന രീതിയിലുള്ള എം സ്വരാജിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളൊരു ന്യായീകരണമാണ് അതിൽ ഏറ്റവും ശ്രദ്ധേയവും കൗതുകവുമായിട്ടുള്ളത്. സ്വരാജ് പറഞ്ഞത് അവിടെ അത്തരമൊരു ആക്രമണം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ആരെയും കയ്യേറ്റം ചെയ്യാനുള്ള ഒരു നിർദ്ദേശമോ ഒരു നിലപാടോ പാർട്ടി പ്രവർത്തകർക്കോ പാർട്ടി നേതൃത്വത്തിനും ഉണ്ടായിരുന്നില്ല. ഒരു നെറികേടിനെതിരെ, അങ്ങേയറ്റം ഉള്ള ഒരു നെറികേടിനെതിരെ ഒരു ജനസഞ്ചയം പ്രതികരിച്ചപ്പോൾ സ്വാഭാവികമായും ചില അനിയന്ത്രിതമായ അതിര് കടന്ന ചില പെരുമാറ്റങ്ങൾ ചിലരുടെ ഭാഗത്തുണ്ടായി. അത് മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ അവരെ ആക്രമിച്ച് മർദ്ദിച്ച് അവശരാക്കാനോ ഒന്നുള്ള ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. അക്രമമൊന്നും ഇങ്ങനെയല്ല, അതിനൊന്നും അക്രമമൊന്നും ആരും വിശേഷിപ്പിക്കരുതെന്നാണ് സ്വരാജിൻ്റെ ഭാഗത്തുണ്ടായ ന്യായീകരണം. മറ്റൊന്ന് വി ശിവൻകുട്ടിയുടെ ഭാഗത്താണ്. വി ശിവൻകുട്ടി പറഞ്ഞത് പ്രകോപനം ഉണ്ടാക്കിയത് ഇ ഡി ഉദ്യോഗസ്ഥർ കൂടിയാണെന്നാണ്. അതായത് പ്രവർത്തകർ ആ സമയത്ത് ശാന്തരായിരുന്നില്ല. പോലീസും ഇ ഡി ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. പ്രവർത്തകർ ശാന്തരായ ശേഷം മാത്രമേ ഇവർ പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. മാത്രമല്ല ആ വാഹനം പ്രവർത്തകർക്ക് നേരെ ബലമായി മുന്നോട്ടെടുക്കുകയാണ് ഇ ഡി ഉദ്യോഗസ്ഥർ ചെയ്തത്. അതുകൊണ്ട് ആ രീതിയിലുള്ള ഒരു സംഭവം അവിടെ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഇ ഡിയുടെ ഭാഗത്തുണ്ടായുള്ള പ്രകോപനമാണ് എന്നും വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഇ.പി. ജയരാജൻ പറഞ്ഞത് ഗാന്ധിയൻ മാർഗത്തിൽ പ്രതികരിക്കുന്നവർ പോലും ഒരുപക്ഷെ ഈ രീതിയിൽ ഉണ്ടായെങ്കിൽ ഈ രീതിയിൽ പ്രതികരിച്ചു പോകും എന്നൊരു പരാമർശമാണ്. മാത്രമല്ല അവിടെ ഉണ്ടായ എല്ലാ സംഭവങ്ങളും ഇ ഡിയുടെ ഭാഗത്തുണ്ടായിട്ടുള്ള ബോധപൂർവമായ പ്രകോപനമാണ് എന്നും ഇ.പി. ജയരാജൻ പറഞ്ഞു വെക്കുന്നത്. ഏതായാലും CPM നേതൃത്വം ഒന്നടങ്കം ഇതിനെ ന്യായീകരിക്കുന്നു. മാത്രമല്ല പ്രവർത്തകർക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള കേസുകൾ എടുത്താൽ അത് കള്ളക്കേസാണെന്നും അതിനെ നിയമപരമായി നേരിടുമെന്നുമാണ് CPM-ന്റെ മുന്നറിയിപ്പ്. കെ സജീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇന്നലെയുണ്ടായ അക്രമ സംഭവങ്ങൾ നമ്മൾ ആ സ്ക്രീനിൽ കണ്ടതുപോലെ ഇ ഡി ഉദ്യോഗസ്ഥരുടെ 3 വാഹനങ്ങൾ തകർക്കുകയും ചില്ലടക്കം തകർക്കുകയും ഇഷ്ടിക എടുത്തെറിയുകയും ചീമുട്ടയെറിയുകയും ഒക്കെ ചെയ്തത് ഗാന്ധിയൻ സമരമുറയാണോ എന്നുള്ളതാണ് CPM നേതാക്കൾ പറയുന്നത് എന്ന് സംശയമുണ്ടാകുന്നു. മാത്രമല്ല ഇതൊന്നും ഒരു അക്രമമല്ല. യഥാർത്ഥത്തിൽ അക്രമം ഉണ്ടാവുകയായിരുന്നെങ്കിൽ അത് ഇങ്ങനെയൊന്നും ആയിരിക്കില്ല എന്നുള്ളതായിരുന്നു എം സ്വരാജ് അടക്കമുള്ളവരുടെയും പ്രതികരണം.